അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ കേരളത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിൽ അനുമതി നൽകാമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ആവശ്യത്തിന് ഭൂമി നൽകിയാൽ കേരളത്തിന് ആണവ നിലയ പദ്ധതിക്ക് അനുമതി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ് ഇതിന് ഏറ്റവും അനുകൂലമായ പ്രദേശമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആണവ നിലയ പദ്ധതിക്ക് ഏതാണ്ട് 150 ഏക്കർ സ്ഥലമാണ് ആവശ്യമുള്ളത്. 2 സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കാസർഗോഡിലെ ചീമേനിയും തൃശൂരിലെ ആതിരപ്പള്ളിയുമാണ് പറഞ്ഞത്. ഇതിൽ ചീമേനിയാണ് കൂടുതൽ സൗകര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കേരള സമൂഹത്തിന്റെ പിന്തുണയില്ലാതെ ഇത്തരമൊരു ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന നിലപാട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേരളത്തിന് പുറത്ത് ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയുമോ എന്നും വൈദ്യുതി മന്ത്രി ചോദിച്ചു. അങ്ങനെ ആണവ നിലയം സ്ഥാപിച്ചാൽ അവിടേക്കുള്ള തോറിയം ഇന്ധനം കേരളത്തിന് നൽകാനാകുമെന്നും യോഗത്തിൽ വൈദ്യുതി മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം വൈദ്യുതി വകുപ്പ് മന്ത്രി മനോഹർ ലാലിന് കൈമാറി. അതേസമയം വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കേരളത്തിൽ 10% താഴെയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മനോഹർ ലാൽ പറഞ്ഞിരുന്നു. ഊർജ്ജ നഗരകാര്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, കേന്ദ്ര പെട്രോളിയം, ടൂറിസം, വാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര സംസ്ഥാന ഊർജ്ജ നഗര കാര്യാലയങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആണവ വൈദ്യുത നിലയത്തിനായി സംസ്ഥാന സർക്കാർ നയപരമായ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ മുൻപ് ഊർജ്ജ വകുപ്പും വൈദ്യുതി ബോർഡും പദ്ധതി നിർദ്ദേശവുമായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. തൃശൂരിലെ അതിരപ്പള്ളിയും കാസർകോട്ടെ ചീമേനിയുമാണ് ബോർഡ് നിർദ്ദേശിച്ചത്. എന്നാൽ ഞായറാഴ്ച ഇതേക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതിരപ്പള്ളി ഇതിനായി നിർദ്ദേശിക്കുന്നതിനെ എതിർത്തു. അവിടെ ഡിസ്നി ലാൻഡ് മാതൃകയിൽ വലിയൊരു ടൂറിസം കേന്ദ്രം ആസൂത്രണം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവലോകന യോഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയെ സന്ദർശിച്ചെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്തില്ല. കേന്ദ്രമന്ത്രിക്ക് കേരളം നൽകിയ നിവേദനത്തിലും ആണവ നിലയത്തെക്കുറിച്ച് പരാമർശമില്ല. ആണവ നിലയം സ്ഥാപിക്കുന്നതിനെപ്പറ്റി ആണവോർജ്ജ കോർപ്പറേഷനുമായി KSEB ചെയർമാൻ ബിജു പ്രഭാകർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. 220 മെഗാവാട്ടിന്റെ 2 നിലയങ്ങളിൽ നിന്നായി 440 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് KSEBയുടെ ലക്ഷ്യം. 7000 കോടി ചെലവ് വരും. ഇതിന്റെ 60% കേന്ദ്രം നൽകണമെന്നും KSEB ആവശ്യപ്പെട്ടിരുന്നു. അംഗീകാരമായാൽ 10 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ.